എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തിയതിന് മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് റാണി. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു നേഴ്സാണ്. 2022 ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ OET എക്സാം പാസ്സാകാൻ വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത്. ഫസ്റ്റ് ടൈം എഴുതി കിട്ടാണ്ടായപ്പോൾ ഞാൻ കിട്ടിയ സ്കോറും കൊണ്ട് വേറൊരിടത്ത് കയറിപ്പോയി. പിന്നെ സെക്കൻഡ് ടൈം തേർഡ് ടൈമൊക്കെ എഴുതിയിട്ട് എല്ലാം സ്ലൈറ്റ് ഡിഫറൻസിനായിരുന്നു ഞാൻ ഫെയിലായിട്ടിരുന്നത്. ഫോർത്ത് ടൈം ഞാൻ പഠിക്കാണ്ട് കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എക്സാമിന് കയറുന്നതിന് അവസാനത്തെ മിനിറ്റിന് മുന്നേ വരെ ഓൺലൈനിൽ കുർബാന കൂടിയിട്ടാണ് എക്സാമിന് കയറി ഫസ്റ്റ് ലിസണിങ് മൊഡ്യൂൾ തന്നെ ഒന്നും വായിക്കാൻ പറ്റിയില്ല. ഞാനൊന്നും കണ്ടില്ല. ടെൻഷനായിട്ട് കരഞ്ഞിട്ട് കണ്ണുനീര് കൊണ്ട് ലെറ്റേഴ്സൊന്നും കാണാൻ പറ്റാണ്ടാണ് ലിസണിങ് അറ്റൻഡ് ചെയ്തത്. ഉറപ്പായി എന്തായാലും പൊട്ടുമെന്ന്. പിന്നെ അടുത്ത നെക്സ്റ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റിസൾട്ട് വന്നു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് അയർലൻഡ് സ്കോർ തരണമെന്നായിരുന്നു. എനിക്കറിയില്ല എങ്ങനെയാണ് പാസ്സായെന്ന്. എനിക്ക് അയർലൻഡ് സ്കോർ തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഒരു ഏജൻസിയെ കോൺടാക്റ്റ് ചെയ്തു. അവരെന്നോട് 6 മന്തിനുള്ളിൽ പോകാം, റിസൈൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നാട്ടിലോട്ട് വന്നു. നാട്ടിൽ വന്നിട്ട് പ്രത്യേകിച്ച് ഒരു അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല ഏജൻസീൻ്റെ അടുത്തുനിന്ന്. ഇപ്പോൾ ഇൻടേക്കൊന്നും ഇല്ല, വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് അങ്ങനെ നീണ്ടുപോയി. പിന്നെ എൻ്റെ DL എക്സ്പയറായി. OET നിയർ ടു എക്സ്പയർ ആകാൻ പോകുന്നു. ടെൻഷനായി. അപ്പോൾ പ്രീവിയസ് ഹോസ്പിറ്റലിലെ എംപ്ലോയറിനെ വിളിച്ച് DLനുള്ള പേപ്പേഴ്സ് ചെയ്തു തരാൻ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് നിർത്തിപ്പോകുന്നതിൻ്റെ ദേഷ്യത്തിൽ എനിക്കത് ചെയ്തു തരില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിനു വേണ്ടി ഒരു 3 months അവരുടെ പുറകെ നടന്നു. പിന്നെ എനിക്ക് പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ തോന്നി അവിടുത്തെ ഹോസ്പിറ്റലിലെ ഓണറിനെ കോൺടാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് ചെയ്തു. ഞാൻ ഒരിക്കലും അയാൾ റിപ്ലൈ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ആ ഡോക്ടർ എൻ്റെ മെസ്സേജ് കണ്ട് എന്നോട് ടെൻഷനാകണ്ട, ഞാനത് ചെയ്തു തന്നോളാം. അപ്പം ഞാൻ പറഞ്ഞു പുള്ളിക്കാരി ചെയ്തു തരില്ല എന്ന് എന്നോട് പ്രോമിസ് ചെയ്തതാന്ന് പറഞ്ഞു. അപ്പോൾ അല്ല അതൊന്നും നോക്കണ്ട, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. വിതിൻ 1 day തന്നെ എൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും എനിക്ക് ആ പുള്ളിക്കാരൻ നഴ്സിംഗ് മാനേജറിനെ വിട്ട് ചെയ്ത് എനിക്ക് അയച്ചു തന്നു. പിന്നെ DL കിട്ടിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ വീണ്ടും ഏജൻസീൻ്റെ ഭാഗത്തു നിന്ന് ഒരു അനക്കം ഉണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും സങ്കടമാകാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഡെയിലി അവിടെ വർക്ക് ചെയ്യുന്ന അടുത്ത് ഒരു മാതാവിൻ്റെ പള്ളിയിൽ പോകും. എന്നും കുർബാന കഴിഞ്ഞിട്ട് കൈനീട്ടി നിൽക്കുന്ന മാതാവിനെ എന്നും തൊട്ട് പ്രാർത്ഥിക്കാറുള്ള ദിവസമാണ്. ഒരു ദിവസം രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു, ഞാൻ അയർലൻഡിലോട്ട് പോകുന്നതായിട്ട്. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞാൻ അടുത്ത ദിവസം രാത്രി കിടക്കുന്ന നേരത്ത് വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു. ഇന്നലെ രാത്രി കണ്ട പോലെ ഇന്നും നല്ലൊരു സ്വപ്നം തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കിടന്നതാണ്. പക്ഷേ 5:30 പ്രാർത്ഥിക്കാൻ എണീച്ചപ്പോൾ സ്വപ്നമൊന്നും കണ്ടില്ല. അപ്പോൾ കുറച്ച് വിഷമമുണ്ട്, എന്നാലും ഒന്നും തോന്നിയില്ല. പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ക്യാൻഡിലിൽ സൈഡിൽ എനിക്കിങ്ങനെ ഒരു രൂപം കാണാൻ തുടങ്ങിയിട്ട് ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നുന്നതായിരിക്കും എന്ന് കരുതി. ലൈറ്റിട്ട് വീണ്ടും നോക്കി. അപ്പോൾ ക്യാൻഡിലിൻ്റെ സൈഡിൽ ഞാൻ എന്നും കൈ തൊട്ട് പ്രാർത്ഥിക്കുന്ന മാതാവിൻ്റെ രൂപം ക്യാൻഡിലിൽ ഫോമായി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എടുത്തിട്ട് എൻ്റെ റൂംമേറ്റ് ഒരു ഹിന്ദുവാണ്, അവളുടെ അടുത്ത് ഞാനത് കാണിച്ചിട്ട് നിനക്കിത് കണ്ട് എന്ത് തോന്നണമെന്ന് ചോദിച്ചപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുന്ന മദർ മേരി അല്ലേ ഇതെവിടെ നിന്നാണ് നീ മേടിച്ചതെന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അത് കാണിച്ചു. ആ മദർ മേരിയെ കിട്ടി. പക്ഷേ ആ മദർ മേരിയുടെ ഫേസ് അതിൽ ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് അടുത്ത ദിവസം എനിക്കിങ്ങനെ മാതാവെ അതിൽ കണ്ണും മൂക്കൊന്നും ഇല്ലല്ലോ, ഞാനിപ്പോൾ അറിയാത്തവർക്ക് എങ്ങനെയാണ് മാതാവിനെ കാണിച്ചു കൊടുക്കുക എന്ന് ചോദിച്ച് ഞാനിങ്ങനെ അതും ആലോചിച്ചിട്ടാണ് കിടന്നത്. അന്ന് രാത്രി വീണ്ടും അതേ സ്വപ്നത്തിൽ ഞാനിങ്ങനെ കൃപാസനം മാതാവിൻ്റെ കണ്ണ്, മൂക്ക്, ചുണ്ടെല്ലാം കണ്ടു. അതുകൊണ്ട് ഞാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇതെന്താ ക്യാൻഡിലിൽ വരാത്തതെന്ന് ആലോചിച്ച് ആ സ്വപ്നം കഴിഞ്ഞു. അടുത്ത ദിവസം ഞാനിതെൻ്റെ ഫ്രണ്ട്സിനോടും പറഞ്ഞു, ഇങ്ങനെ 3 days ആയിട്ട് എനിക്ക് അടുപ്പിച്ച് ഇതുപോലെ സ്വപ്നം കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഏജൻസി ഒരു തവണ എന്നെ വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു, ഇതുപോലെ ഇൻടേക്കില്ല, റാണിക്ക് പറ്റുവാണെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ട്രൈ ചെയ്യൂ, ഞങ്ങളെ മാത്രം നോക്കിയിരിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും സങ്കടമായി. പിന്നെ ഇനി എന്ത് ചെയ്യും? ഞാൻ ആകെ വിഷമിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാണ്ട് ഞാൻ അന്ന് രാവിലെ കുർബാന കഴിഞ്ഞിട്ട് എൻ്റെ ഫാമിലീൻ്റെ അകത്ത് തന്നെ ഒരു ഫാദറുണ്ട്, ഫാദറിൻ്റെ അടുത്ത് ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ കുർബാന കഴിഞ്ഞ് വന്നു, ബൈബിൾ വായിച്ചിട്ട് ഞാനന്ന് ബൈബിൾ വായിക്കുമ്പോൾ ഞാനിങ്ങനെ ഈശോയോട് ചോദിച്ചു, ഇതിൽ ഡഫ് ആൻഡ് ഡമ്മിനെ ഹീൽ ചെയ്യുന്നുണ്ട്, രക്തസ്രാവക്കാരിയെ ഹീൽ ചെയ്യുന്നുണ്ട്, നടക്കാത്തവരെ നടപ്പിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, ഇതൊക്കെ സത്യമല്ലേ? എനിക്കറിയാം ഇതൊക്കെ സത്യമാണെന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് എൻ്റെ കാര്യത്തിൽ എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചു. ഞാനന്ന് പള്ളിയിലിരുന്ന് ഒത്തിരി കരയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ റൂമിൽ ഒന്ന് അത്യാവശ്യം നല്ലോണം കരഞ്ഞിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണമല്ലോ എന്ന് പറഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ വിചാരിച്ചു ഓക്കെ ഫാദറിനൊരു മെസ്സേജ് അയക്കാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട്.
അപ്പോൾ ഫാദറിൻ്റെ റിപ്ലൈ എനിക്ക് വരുന്നത്, എൻ്റെ വീട്ടിൻ്റെ അകത്തുള്ള ഒരാളാണ്, എന്നോട് വർഷങ്ങളായിട്ട് പരിചയമുള്ള ഒരു ഫാദർ എന്നോട് അന്ന് തന്ന റിപ്ലൈ ഇങ്ങനെയായിരുന്നു: റാണി, രക്തസ്രാവക്കാരിയെ ഈശോ സുഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, സമരിറ്റൻ ലേഡീനോട് ഈശോ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, സക്കേവൂസിൻ്റെ വീട്ടിൽ ഈശോ പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ കാര്യവും ഈശോ ചെയ്യൂന്ന് പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് ആകെ ഞാൻ ഷോക്കായി. ഞാൻ ചോദിച്ചു, അതെന്താ എന്നോട് ഇപ്പം ഇങ്ങനെ പറയാൻ ഫാദറിന് തോന്നാൻ കാരണം എന്താണെന്ന് ചോദിച്ചു. അല്ല, എനിക്ക് തോന്നി നിന്നോട് ഇങ്ങനെ പറയണമെന്ന്. അപ്പം ഞാൻ അച്ഛനോട് എൻ്റെ ഇൻസിഡൻറ്റ് പറഞ്ഞു. ഒരു 5 മിനിറ്റ്സ് മുന്നേ ഞാൻ ഈശോയോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു, എന്താ ഇതൊക്കെ സത്യമല്ലേ, പിന്നെ എന്താ എൻ്റെ കാര്യം നടക്കാത്തതെന്ന്. അപ്പോൾ അച്ഛൻ ഇത്രയും വർഷമായിട്ട് എന്നോട് സംസാരിച്ചിട്ട് ഫസ്റ്റ് ടൈം ഇങ്ങനെ എനിക്കറിയില്ല അതെങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. എനിക്ക് കറക്റ്റ് ഡയറക്റ്റായിട്ടൊരു ആൻസർ കിട്ടിയ പോലെ എനിക്ക് തോന്നി. ആ സെയിം ഡേ എൻ്റെ ഏജൻസിയിൽ നിന്ന് വീണ്ടും എനിക്ക് കോൾ വന്നു. അതൊരു ട്യൂസ്ഡേ ആയിരുന്നു. അപ്പോൾ അവർ വിളിക്കുമ്പോൾ തന്നെ എന്നോട് എന്തായി, വേറെ ഏജൻസി എന്തെങ്കിലും അന്വേഷിച്ചോ എന്നൊക്കെ ആദ്യം ചോദിച്ചത്. അപ്പം ഞാൻ, നിങ്ങൾ എന്തെങ്കിലും റോങ് മെസ്സേജ് ആണെങ്കിൽ, നെഗറ്റീവ് ആണെങ്കിൽ എനിക്കൊരു ടെക്സ്റ്റ് ചെയ്താൽ മതി, എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് വെക്കാൻ തുടങ്ങുമ്പോൾ അവരെന്നോട്, റോങ് മെസ്സേജാണ്, നിനക്ക് ഓഫർ ലെറ്ററും കോൺട്രാക്റ്റും വന്നിട്ടുണ്ട്. ഞാനത് കേട്ടിട്ട് ആദ്യം ചുമ്മാ പറയാണോ എന്ത് സത്യമാണോ എന്ന് എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റാണ്ടിരിക്കുകയായിരുന്നു. ഇൻ്റർവ്യൂ ഇല്ല, ഒന്നുമില്ല. അവരെന്നോട് ചോദിച്ചേ, അതൊരു ദുബായിലെ ഏതൊരു ലേഡിയാണ്, അവരെന്നോട് ചോദിച്ചേ എന്താ ചെയ്തതെന്നാണ്. ഞാൻ ഭയങ്കര ബ്ലെസ്ഡാണ് റാണി, ഇത് ഞങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും വർഷമായിട്ട് ഇവിടെ നിന്ന് ഞങ്ങളുടെ ഒപ്പത്തുനിന്ന് ഒരു കാൻഡിഡേറ്റ് പോലും വിത്തൗട്ട് ഇൻ്റർവ്യൂ പോയിട്ടില്ല. നിനക്ക് അറിയില്ല, ഞങ്ങൾക്ക് മനസ്സിലായി, എന്തോ നീ ഭയങ്കര ഹോളിയാണ്, ഞങ്ങൾക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ NICU നേഴ്സാണ്, എൻ്റെ പ്രൊഫൈൽ ആരും ചൂസ് ചെയ്യാതെ കിടന്നതാണ്. അപ്പോൾ എനിക്ക് അയർലൻഡിൽ തന്നെ നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലി കിട്ടി. അത് ഈ ഇൻസിഡൻറ്റിന് ശേഷമായിരുന്നു. പിന്നെ അതിന് മുന്നേ ഞാനിവിടെ വന്നിട്ട് ഇൻടേക്ക് ഇല്ലയെന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാനിവിടെ വന്നായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് അന്ന് ഒന്നും ആകെ ഇതേ ഉള്ളൂ, എൻ്റെ ഓപ്ഷൻ ഇതല്ല എങ്കിൽ മാതാവ് എനിക്ക് പറഞ്ഞതാണ് ഞാൻ പഴയ കൺട്രി പോകാം, അല്ലെങ്കിൽ ഞാൻ വേറെ എവിടെയെങ്കിലും നോക്കിക്കൊള്ളാം, എന്നെ ഒന്ന് ഗൈഡ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഇവിടുത്തെ ഓരോ മൂലയും എനിക്കറിയാം, ഞാൻ എല്ലാം ഒബ്സർവ് ചെയ്തിട്ടുള്ളതാണ്. അവിടെ കൗണ്ടർ നമ്പർ 12 അവിടെ എത്തിയപ്പോഴത്തേക്കും ഓക്കെ ക്യാൻഡിൽ മേടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോകുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ആ കുരുക്കഴിക്കുന്ന മാതാവിനെ നോക്കിയിട്ട് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇതല്ലെങ്കിൽ എന്നെ ഒന്ന് ഗൈഡ് ചെയ്യൂ പ്ലീസ്, എനിക്ക് പറ്റുന്നില്ല, ഞാൻ മടുത്തു എന്ന് പറഞ്ഞ് തിരിയുമ്പോൾ ഞാൻ കാണുന്ന അവർ ലേഡി ഓഫ് നോക്ക്. അത് അയർലൻഡിലെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലമാണ്. ഞാൻ അയർലൻഡ് ചൂസ് ചെയ്യാൻ കാരണം തന്നെ അതാണ്. ഇപ്പോൾ എനിക്ക് ജോലി കിട്ടിയിരിക്കുന്നതും ഈ പള്ളീൻ്റെ അടുത്തുനിന്ന് 23 മിനിറ്റ്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പിക്ചർ കണ്ടപ്പോൾ, അയർലൻഡിൽ നിന്ന് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും അതൊരു കൺഫർമേഷനായി. ഉറപ്പായി അതാണ് എൻ്റെ, അവിടെയാണ് ഞാൻ പോകേണ്ടത്, കൺഫ്യൂഷൻ വേണ്ട, മുന്നോട്ട് പൊക്കോ, ആ ഒരു ഇതായി. പിന്നെ ഇന്നലെ എൻ്റെ വിസ വന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവിൻ്റെ അടുത്ത്, എൻ്റെ വിസ വന്നാൽ അടുത്ത ദിവസം തന്നെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയും. ഈ വിസയൊക്കെ വന്നതിനേക്കാളും എനിക്ക് കൂടുതൽ ത്രില്ലിങ് എന്താണെന്ന് വെച്ചാൽ, അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്കിനി ഇഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളൊന്നും വേണ്ട. ആ ഒരു നമ്മുടെ പാരൻസ്, ഫ്രണ്ട്സ്, അവർക്കൊക്കെ ആയിരിക്കും നമ്മളെ അടുത്ത് വന്ന് ടച്ച് ചെയ്ത് നമുക്കിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുക. പക്ഷേ എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊക്കെ സ്പോട്ടിൽ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്കൊരാൾ എന്നെ ഗൈഡ് ചെയ്യുന്നുണ്ടെന്ന്. എൻ്റെ പേപ്പർ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടൊക്കെ എനിക്ക് അയർലൻഡിൽ നിന്ന് ഒരു ക്വയറി വന്നിട്ടുണ്ടായിരുന്നു, കർണാടക നഴ്സിംഗ് കൗൺസിലിൽ നിന്ന് ക്ലിയർ ചെയ്യണമെന്ന്. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോകുമ്പോൾ 5 മണി, കുറേ ദിവസം പോയിട്ട് അവരെന്നെ മൈൻഡാക്കാണ്ട് 5 മണിയൊക്കെ ആയി. ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ ക്വയറിക്കൊന്ന് റിപ്ലൈ ചെയ്യുമെന്ന്. അവരത് മൈൻഡാക്കിയില്ല. ഞാനപ്പോൾ അവിടെ ഉപ്പിട്ട് കൊന്ത ചൊല്ലാൻ തുടങ്ങി. കൊന്ത ചൊല്ലിയിട്ട് അവിടെ നിന്ന് കരയുമായിരുന്നു. എനിക്കാകെ ഇൻസൾട്ടൊക്കെ ആയിട്ട് അവർ മൺഡേ വരൂ പോകൂ എന്നൊക്കെ പറഞ്ഞു വിട്ട് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുള്ളിക്കാരൻ വന്നു. ഒരു പിയൂണ് വന്നിട്ട് എന്നോട് പറഞ്ഞു, മാറി നിൽക്ക്, സാറ് വരുന്നുണ്ട്, മാറുമെന്ന് പറഞ്ഞ് എന്നെ ഒതുക്കി നിർത്തുമായിരുന്നു. ഞാൻ കരയുന്ന കണ്ടിട്ട് ആ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു എന്തിനാ കരയുന്നതെന്ന്. ആ സാറ് വരുന്നുണ്ടായിരുന്നു. ആ പുള്ളിക്കാരൻ എന്നോട് എന്തിനാ കരയണേന്ന് ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഇല്ല ഞാനൊന്നും മിണ്ടിയില്ല. അയാളുടെ രൂപവും സൗണ്ടും ഒക്കെ കേട്ടിട്ട് പേടിച്ചിട്ട് വീണ്ടും കരയാൻ തുടങ്ങി. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഗെറ്റ് ഔട്ട് ഓഫ് ഫ്രം ദ കോമ്പൗണ്ട്, ഇവിടെ നിന്ന് നീ കരയരുത്, എൻ്റെ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്ന് കരയാൻ പാടില്ല, വെളിയിൽ പോയി നിന്ന് കരയണമെന്ന് പറഞ്ഞ് ഒച്ചയെടുത്ത് ഞാനാകെ പേടിച്ച് പടിയൊക്കെ ഇറങ്ങി ഞാൻ സ്പീഡിൽ പോവുക. അപ്പോൾ അയാൾ എന്നെ വീണ്ടും വിളിച്ചു, നിൽക്ക് എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അയാളുടെ രൂപം കണ്ടിട്ടാണോ ശബ്ദം കേട്ടിട്ടാണോ എന്നറിയില്ല, എനിക്ക് പേടിയായിട്ട് ഞാൻ മിണ്ടാണ്ടിരുന്നു. എന്നിട്ട് എന്നോട് ആ പുള്ളിക്കാരൻ പറഞ്ഞു,
നിനക്ക് ഞാൻ ആരാന്നറിയാവും. ഞാൻ അതിന് മുന്നേ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കുറേ പേര് അവിടെ വന്നു പോകുന്ന കണ്ടു. അപ്പോൾ അവർ വരുന്നു, കൂളായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്തിട്ട് പോകുന്നു. അപ്പോൾ ഒരു സെക്യൂരിറ്റി എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് പൊളിറ്റീഷ്യൻ ആരെങ്കിലും അറിയാമെങ്കിലോ എവിടെയെങ്കിലും ഹോൾഡ് ഉണ്ടെങ്കിലോ കാശ് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും, അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്യൂ, അല്ലാതെ നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ ഉപ്പിട്ട് കൊന്ത ചൊല്ലാൻ തുടങ്ങിയത്. എന്നിട്ട് ഈ പുള്ളിക്കാരൻ എന്നോട് കരയണ എന്താണെന്ന് ചോദിച്ചില്ല. ആ ആൾ എന്നോട് ചോദിച്ചു, നിനക്ക് ഞാൻ ആരാന്ന് അറിയാവോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനാണ് ഇവിടുത്തെ രജിസ്ട്രാർ, ഇവിടെ എന്ത് നടക്കണമെങ്കിലും ഞാൻ വിചാരിക്കണം, എനിക്ക് നിനക്ക് എന്ത് ഹെൽപ്പും ചെയ്യാൻ പറ്റും, എന്നിട്ട് നീ എന്തുകൊണ്ട് എന്നോട് എന്താ നിൻ്റെ പ്രശ്നമെന്ന് പറയാത്തേ. ആ ഉപ്പിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കൂടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചേ, എനിക്കും ആരെങ്കിലും ഒരാളെ ഇവിടെ അറിയാമെന്നുണ്ടായിരുന്നു, ഞാൻ നിന്ന് കരയില്ലായിരുന്നല്ലോ മാതാവേ. ബിക്കോസ് ഞാൻ തേഴ്സ്ഡേ പോകുന്നു, ഫ്രൈഡേ എനിക്ക് അവർ ആ ക്വയറി കൺഫർമേഷൻ കൊടുത്താലേ എൻ്റെ കാര്യങ്ങൾ നടക്കുള്ളൂ. ഇവർ മൺഡേ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ അത് അത്രയും ഡിലേ ആകുവാണ്. ആ പുള്ളിക്കാരൻ ആ നിമിഷം തന്നെ അവിടെ ഒച്ചയെടുത്ത് സ്റ്റാഫിനെയൊക്കെ കൂട്ടി, ഈ കാൻഡിഡേറ്റ് കരഞ്ഞിട്ട് നിങ്ങളെന്താ അവരെ അന്വേഷിക്കാത്ത, എനിക്കൊന്നും അറിയണ്ട, ഇപ്പം തന്നെ ഈ പുള്ളിക്കാരിയുടെ പ്രശ്നം നിങ്ങൾ ക്ലിയർ ചെയ്യണം, അവരെ കംഫർട്ടാക്കൂ, അവർ കരയാൻ പാടില്ല, അവർ ഹാപ്പി ആയിട്ട് പോകണം എന്ന് പറഞ്ഞാൽ എന്നെ പുള്ളിയുടെ റൂമിൽ കൊണ്ടുപോയി ചെയറൊക്കെ തന്നു. ഞാൻ നോക്കുമ്പോൾ എന്നെ വഴക്ക് പറഞ്ഞവരൊക്കെ എൻ്റെ ചുറ്റും നിന്ന് എന്നെ നോക്കുകയാണ്, അവരുടെ മുഖം ഒന്നും വെട്ടമില്ല. എന്നിട്ട് വൈഫൈ ഇല്ലാഞ്ഞിട്ട് ആളുടെ ഫോണിൽ നിന്ന് തന്നെ സിസ്റ്റത്തിൽ വൈഫൈ കണക്ട് ചെയ്തു. ആ ക്വയറി ക്ലിയർ ചെയ്തിട്ട് ആ പുള്ളിക്കാരൻ ബാഗുമായിട്ട് ഇറങ്ങിയതാണ്, എനിക്ക് വേണ്ടി തിരിച്ച് കയറിയതാണ്. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഹാപ്പി ആണോ എന്ന് ചോദിച്ചു. വിഷമിക്കേണ്ട, കാര്യം നടന്നില്ലേ പൊക്കോളൂ എന്ന്. പക്ഷെ ഞാൻ എപ്പോഴും ഇരുന്ന് കരയുക, കാര്യം നടന്നതിൻ്റെ അല്ല, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു 2 മിനിറ്റ് മുന്നേ ഞാൻ കരഞ്ഞപ്പോൾ എനിക്ക് വേണ്ടി ഒരാളെ അയക്കാൻ പറ്റില്ലേ മാതാവേ എന്ന് ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അതിന് രജിസ്ട്രാർ എന്നെ ഇറങ്ങിപ്പോയ ആൾ കയറി വന്ന് എനിക്ക് ഇത്രയും വലിയ കാര്യം ചെയ്തു തരുന്നത്, എനിക്കതറിയില്ല എങ്ങനെ പറയണമെന്ന്. അതെനിക്കിപ്പോഴും ഭയങ്കര ഒരു ഗൂസ്മ മൊമെൻ്റ്. അത് എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ കാര്യം നടന്നത്. മാതാവിൻ്റെയും ഈശോയുടെയും സംരക്ഷണം എനിക്കിതുപോലെ കുറേ തവണ ഫീലായിട്ടുണ്ട്. എനിക്കിപ്പോൾ ഇത്രയും ഓർമ്മ വരണുള്ളൂ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വേറൊരു നിയോഗമായിരുന്നു, ഞങ്ങൾക്ക് വീടുണ്ടായിരുന്നില്ല ഒരു 25 വർഷമായിട്ട്. ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കും പപ്പയ്ക്കും ഓൺ ഹോം കിട്ടി, ഞങ്ങളിപ്പോൾ സ്വന്തമായിട്ട് വീട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ എൻ്റെ എഡ്യൂക്കേഷൻ ലോൺ അതും വിതിൻ 1 ഇയർ കൊണ്ട് ഞാനത് അടച്ചു തീർത്തു. എനിക്ക് കുറേ ഭൗതിക നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഞാനിപ്പോഴും അവിടെ ആ ലൂപ്പിൽ മാതാവിൻ്റെ ഈശോയുടെയും സംരക്ഷണത്തിൻ്റെ ആ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാനിപ്പോഴും എന്താ എൻ്റെ ഇതെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ പോയാൽ മതി, അനുഗ്രഹങ്ങളൊന്നും വേണ്ട, എനിക്കിങ്ങനെ എൻ്റെ കൂടെയുള്ള ആ പ്രസൻസ് ഫീൽ ചെയ്യണം, എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ഈശോയും മാതാവിനെ എനിക്ക് വേണം. സോ എൻ്റെ ലൈഫിൻ്റെ എൻഡ് വരെ എനിക്ക് ഉടമ്പടിയിൽ പോകാനാണ് താല്പര്യം. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയല്ല, എൻ്റെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ അതൊരു ഇവിടുത്തെ ഇപ്പോൾ ഏറ്റവും ബിഗ് സിന്നറിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കുമെങ്കിൽ അതിലെ ഫസ്റ്റ് ആൾ ഞാനായിരിക്കും. പക്ഷേ അതിൽ നിന്നൊക്കെ എൻ്റെ ഒത്തിരി ക്യാരക്ടേഴ്സ് എന്നെ അറിയുന്നവർക്കറിയാം, ഒത്തിരി പേര് എന്നോട് വന്നിട്ടുണ്ട് നല്ല മാറ്റം ഉണ്ടെന്ന്. ദേഷ്യം, കുറേ അഴുക്ക സ്വഭാവങ്ങൾ, ഒത്തിരി ദേഷ്യം വരും. അപ്പോഴെല്ലാം കുരിശ് കാണുമ്പോഴത്തേക്കും ഞാനറിയാണ്ട് ഞാനാകെ വീക്കാകും. അപ്പോൾ കുരിശ് കാണുമ്പോൾ ആ ദേഷ്യവും എനിക്ക് എന്തൊക്കെ എൻ്റെ ഈ ലോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുരിശ് കാണുമ്പോൾ എനിക്കത് ഈശോയ്ക്ക് വേണ്ടി അത് ഓക്കെ വിട്ടേക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ വർക്കിൻ്റെ അടുത്തായിരുന്നാലും പഠിക്കുന്ന അടുത്തായിരുന്നാലും കുറേ കാര്യങ്ങൾ ഞാൻ കുരിശ് നോക്കിയിട്ട് എനിക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒന്നും അല്ല. സോ എന്തൊക്കെ ഇപ്പോൾ ഒത്തിരി കഷ്ടങ്ങൾ വന്നാലും ഒന്നും തോന്നുന്നില്ല. അത് ഞാൻ ഹാപ്പിയാണ്. ഞാൻ ഈശോയുടെ സ്നേഹം എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി എന്തൊക്കെ വന്നാലും എനിക്ക് തോന്നുന്നില്ല ഞാനത് വലുതായിട്ട് കാണുമെന്ന്. ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തിരുന്നത്, ഞാനൊരു ഓൾഡ് ഏജ് ഹോമിൽ പോകുമായിരുന്നു ബാംഗ്ലൂർ. അവിടെ നേഴ്സിൻ്റെ ജോലി കുറേ ഉണ്ട്. അവിടെ നൺ സിസ്റ്റേഴ്സ് റൺ ചെയ്യിക്കുന്നതാണ്. സോ അവർക്ക് ആവശ്യമുള്ള നേഴ്സിംഗ് വർക്കും ചെയ്യും, പ്ലസ് രാവിലെ 6 മണിക്ക് പോയിട്ട് അവരെ കുളിപ്പിക്കുക, അവർക്ക് വേണ്ടിയുള്ള എല്ലാ ഇതും ചെയ്തു കൊടുക്കും. പിന്നെ വീക്ക്ലി വൺസ് ഞാൻ ഇറങ്ങും. എനിക്ക് അന്ന് കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ ഞാൻ ഒരാളെ അവിടെ തപ്പി നടക്കും. എനിക്ക് കറക്റ്റായിട്ട് ഒരാളെ കാണും, അവർക്ക് ഫുഡ് വാങ്ങി കൊടുക്കുക, അവർക്ക് കാശ് എന്താ അവരുടെ ആവശ്യം എന്ന് വെച്ചാൽ അത് ഞാൻ അന്ന് അറ്റൻഡ് ചെയ്തിട്ടേ ഞാൻ പോവുള്ളൂ. വേറെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അത് കഴിഞ്ഞിട്ടേ ഞാൻ ചെയ്യുള്ളൂ. ഇംഗ്ലീഷ്, കന്നഡ, തമിഴ് പത്രം മേടിച്ചിട്ട് പോകും. പ്രായമായവർക്കൊന്നും കൊടുക്കില്ല, കാരണം ഞാൻ കൊടുത്തിട്ട് ഞാൻ ഇട്ടേച്ച് പോകുന്ന കണ്ടിട്ടുണ്ട്. സോ ഞാൻ എൻ്റെ ഏജിലുള്ള ഗേൾസിനും ബോയ്സിനും ആദ്യം കൊടുക്കില്ലായിരുന്നു, ഒരു ചമ്മലായിരുന്നു. പിന്നെ എനിക്ക് ബ്രേക്ക് ചെയ്യണം, എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് വെളിയിൽ വരണമെന്ന് പറഞ്ഞ് കൂടുതൽ ആൺകുട്ടികളെ കണ്ട് തന്നെ നിർത്തി. ഇങ്ങനെയാണ്, ഈ പള്ളിയാണ്, ഇതിങ്ങനെയാണ്. എനിക്കറിയാവുന്നുള്ള ലാംഗ്വേജിൽ കന്നഡയിലാണെങ്കിലും തമിഴിലാണെങ്കിലും അവരെ കൺവിൻസ് ചെയ്ത് വായിക്കുമോ എന്ന് ചോദിക്കും. വായിച്ചിട്ട്
എനിക്ക് നടന്ന അനുഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നെപ്പോലെ നിങ്ങൾക്ക് ആരെങ്കിലും കഷ്ടപ്പെടുന്ന അറിയാമെങ്കിൽ അവർക്കിത് പാസ് ചെയ്യുമെന്നും അഷുറൻസ് മേടിച്ചിട്ട് ഞാൻ ആ പത്രം കൊടുക്കാറുള്ളൂ. എല്ലാ മാസവും പത്രം കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിന് മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. 71 സങ്കീർത്തനം 16 തിരുവചനം. ദൈവമായ കർത്താവിൻ്റെ ശക്തമായ പ്രവൃത്തികളുടെ സാക്ഷ്യമായി ഞാൻ വരും. ഞാൻ അങ്ങയുടെ മാത്രം നീതിയെ പ്രകീർത്തിക്കും. റാണി എന്ന ഈ മകൾ സമയച്ചുരുക്കത്തിൻ്റെ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നേടിക്കൊടുത്ത നിരവധി അനുഗ്രഹങ്ങൾക്ക് പ്രത്യക്ഷീകരണ സാക്ഷിയായി നന്ദി പറയുകയാണ്. ഈശോ മകൾക്ക് DL കൊടുത്തതും വിസ പ്രാപിച്ചു കൊടുത്തതും അവർക്കൊരു വീട് കൊടുത്തതും എല്ലാം അവരുടെ ലോൺ, എഡ്യൂക്കേഷൻ ലോൺ അടയ്ക്കാനുള്ള സാധ്യതകൾ നൽകിയതുമെല്ലാം ഈ മകൾ ഓരോന്ന് എണ്ണി എണ്ണി പറയുന്ന നന്ദിയുടെ ഒരു സാക്ഷ്യമാണിത്. പരിശുദ്ധ അമ്മ എപ്പോഴും സാമീപ്യത്തിലൂടെയും സ്വപ്നങ്ങളിലൂടെയും തിരുനാളത്തിലും വാക്സിലുമെല്ലാം പരിശുദ്ധ അമ്മ ഞാൻ കൂടെയുണ്ട്. അതുപോലെ തന്നെ അതിനേക്കാൾ എല്ലാറ്റിലും ഉപരി പരിശുദ്ധ അമ്മ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മനോഹരമായ സാക്ഷ്യമാണിത്. എനിക്ക് ആരുമില്ല, എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ആരുമില്ലല്ലോ, ഞാനിവിടെ നിന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് കരയേണ്ട ഒരു ഗതി എനിക്ക് വന്നല്ലോ എന്ന് പറഞ്ഞു തീരും മുമ്പാണ് അതിൻ്റെ മെയിൻ രജിസ്ട്രാർ തന്നെ ഈ മകളെ വിളിച്ചുകൊണ്ട്, ഞാനാണ് ഇവിടുത്തെ പരമാധികാരി, നിനക്ക് എന്ത് വേണമെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള ആത്മീയ അധികാരത്തെക്കുറിച്ചെല്ലാം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് പ്രബോധനങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ സങ്കടങ്ങളിൽ നാം സങ്കടപ്പെടാൻ പോലും അനുവദിക്കാത്ത ഒരു ഈശോ ആണ് നമ്മുടെ കൂടെയുള്ളത്. അമ്മ നമുക്കതിനു വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുകയാണ്. ഒരു തവണ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നാം കൊയ്തെടുക്കുന്ന അനുഗ്രഹങ്ങളുടെ കണക്കിനെക്കുറിച്ച് എത്ര മേനിയാണ് നാം കൊയ്യുന്നത്, ഏതൊക്കെ ലെവലിലാണ് നാം ചെയ്യുന്നതെന്ന് ഒരു പ്രാവശ്യം നമ്മെ ഉദ്ബോധിപ്പിക്കുകയുണ്ടായി. അച്ഛൻ പറയുകയായിരുന്നു 30 മേനി, 60 മേനി, 100 മേനി എന്നെല്ലാം. റാണിയുടെ സാക്ഷ്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്, എനിക്കിനി ഈശോ മാത്രം മതി, അതാണ് 100 മേനി. എനിക്ക് അനുഗ്രഹങ്ങളോ കൃപകളോ അഭിഷേകമോ എന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് 100 മേനി വിളവ് കൊയ്യാനാണ് താല്പര്യമെന്നാണ് ഈ സാക്ഷ്യത്തിലൂടെ റാണി ഇവിടെ ഏറ്റുപറയുന്നത്. നമുക്കറിയാം, മെയ് മാസം എന്നുള്ളത് ആത്മീയ വസന്തത്തിന് പുണ്യം പൂക്കുന്ന ഒരു കാലമാണ്. റാണിക്ക് എപ്പോഴും ഒരു വസന്തകാലം ലഭിച്ചതിനെക്കുറിച്ചുള്ള സന്തോഷത്തിലാണ് എന്ന് റാണി. എനിക്ക് വിസ കിട്ടിയതിനേക്കാൾ കൂടുതൽ എനിക്ക് ഈശോയെ ലഭിച്ചുവല്ലോ, എൻ്റെ കൂടെ നടക്കാനുള്ള ഒരു സാധ്യത പരിശുദ്ധ അമ്മ എനിക്ക് വളരെ അച്ചാരമായി നൽകിയിരിക്കുന്നു. എനിക്കിനി ലോകത്തിൽ എവിടെ പോയാലും ഭയപ്പെടേണ്ടതില്ല, എൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവർ എൻ്റെ കൂടെ, സ്വർഗം എൻ്റെ കൂടെയുണ്ടെന്നെല്ലാം വളരെ ആത്മീയ അധികാരത്തോടെ അഭിമാനത്തോടെ ഏറ്റുപറയാൻ ഇന്ന് റാണിക്ക് സാധിക്കുന്നത് ഉടമ്പടിയുടെ ഒരു ഉറപ്പാണ്. തനിക്ക് യാതൊരു യോഗ്യതകളുമില്ലാതെ തന്നെ റാണി പറയുകയുണ്ടായി, ഒരു ഇൻ്റർവ്യൂ പോലുമില്ലാതെ എനിക്ക് വിസ ലഭിച്ചു, ഓഫർ ലെറ്റർ കിട്ടി, കോൺടാക്റ്റ് കിട്ടി എന്നെല്ലാം പറയുന്നത് ഉടമ്പടി കത്തിപ്പടരുന്നതിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ ആഴം വർദ്ധിക്കുന്നതിൻ്റെ, ഉയരം വർദ്ധിക്കുന്നതിൻ്റെ, അതിൻ്റെ വീതി കണക്കാക്കാൻ സാധിക്കാത്തതിൻ്റെ എല്ലാം ഒരു വലിയ അടയാളമാണിത്. നമുക്ക് മനസ്സിലാകുന്നത് പോലെ അഹറോൻ്റെ വടി തളിർത്തതുപോലെ നാം വാഗ്ദാന കൂടാരത്തിലാണെങ്കിൽ നമുക്കും പൂത്തെളിയാൻ സാധിക്കുന്ന ഒരു വലിയ ശക്തിയാണ് ഉടമ്പടിക്കുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. റാണിക്ക് ലഭിച്ചതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങൾ പരിശുദ്ധ അമ്മ ഏറ്റെടുത്തുകൊണ്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നമ്മുടെ യോഗ്യതകളെല്ലാം കൃപകളാക്കി, അയോഗ്യതകളെ കൃപകളാക്കി നമ്മുടെ ജീവിതത്തിൽ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി റാണിയുടെ സാക്ഷി നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.